ഇപ്പൊ കിച്ചൺ ആക്സസറീസിന്റെ സാധ്യത എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇപ്പൊ ഇവിടുന്ന് ഒരു ഷെൽഫ് വന്നു, ഇവിടുന്ന് ഒരു ഷെൽഫ് വന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കേണ്ട ആവശ്യം കിച്ചണിലില്ല. ഇതൊക്കെ ഒതുങ്ങി ഇരിക്കേണ്ട പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ വീട്ടിലെ ഈ കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങൾ, ഡപ്പകളൊക്കെ അതിൽ മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ട് വെക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്നത് ചില ആളുകൾക്ക് അത് ഇഷ്ടാവില്ല. ഓപ്പൺ ആയിട്ട് വെക്കുന്നത് പലർക്കും അങ്ങനെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട്. എനിക്കും അങ്ങനെ അത്തരത്തിൽ കാണുന്നത് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങളാണ്. ഉപയോഗിക്കേണ്ടപ്പം മാത്രം ആ പാത്രങ്ങളെല്ലാം പുറത്തേക്ക് വന്നാലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. അങ്ങനെ ഒരു ടോൾ യൂണിറ്റാണ് ഇനി കാണിക്കുന്നത്. ഇതാണ് ആ ടോൾ യൂണിറ്റ്. ഇപ്പോൾ കിച്ചണിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു എല്ലാ ബോട്ടിലുകളും ഇങ്ങനെ നിരന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് അടച്ചു വയ്ക്കാം. ഷട്ടറുകളൊക്കെ അക്രിലിക് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സോളിഡ് സർഫേസ് ആണ് ടേബിൾ ഉള്ളത്. അപ്പോൾ ഈ രണ്ടും വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. സംഭവം വേറെ ലുക്കാണ്. അപ്പോൾ കിച്ചൺ ആക്സസറീസിൻ്റെ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു യൂണിറ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുക്കണമെങ്കിലൊക്കെ ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. യൂണിറ്റിനുള്ളിലേക്ക് പോയി ഇതാ പുറത്തേക്ക് വന്നു. ഇതാണ് അടുത്ത ഫെസിലിറ്റി. സിമ്പിൾ, സ്ട്രോങ് ആണ്. കട്ട്ലറി സ്റ്റാൻഡ്, നമ്മുടെ സ്പൂണ് നൈഫും ഒക്കെ വെക്കാൻ വളരെ ഭംഗിയായിട്ട് വെക്കാൻ കഴിയും. സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ലോണ്ടറി ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളും ഇപ്പോൾ കിച്ചണിൽ തന്നെ നമ്മൾ സൂക്ഷിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്ലീനിങ് പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കേണ്ട ആവശ്യം കിച്ചണിലില്ല. ഇതൊക്കെ ഒതുങ്ങി ഇരിക്കേണ്ട പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ ട്രേ ഒക്കെ ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. എല്ലാം നമ്മൾ ഡിസ്പ്ലേയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രം ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഈ ഒരു കോർണർ ഷെൽഫ്, ഇപ്പോൾ ഇവിടെ നിന്നൊരു ഷെൽഫ് വന്നു, ഇവിടെ നിന്നൊരു ഷെൽഫ് വന്നു. ഇതിങ്ങനെ ഭംഗിയായിട്ട് ഉള്ളിലേക്ക് പോയിരുന്നു. അപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ ഇതിനകത്ത് ഇടാം. അഡീഷണൽ ഒരു പ്ലാസ്റ്റിക് കവറോട് ഉപയോഗിക്കുകയാണെങ്കിൽ അതെടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഫുഡ് വേസ്റ്റ് ആയാലോ എന്ത് ഗാർബേജ് ആയിട്ട് ബാസ്ക്കറ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു ഫെസിലിറ്റി ഉള്ളത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ മികവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ അറിവുകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, എന്തെങ്കിലും ഒരു അഡീഷണൽ കൺസൾട്ടേഷനോ സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.